കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുവാൻ ദൈവമായ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ദൈവവചന പഠനം ആരംഭിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിൽ തലകളെ വണക്കി പ്രാർത്ഥിച്ചാട്ടെ. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ രാത്രിയുടെ വേളയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കർമ്മേൽ മിനിസ്ട്രീസിൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെ ദൈവവചനം വിളംബരം നടത്തുന്നത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീർന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ക്ലാസ്സുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത 1 മണിക്കൂർ ഞങ്ങൾ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഞങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ, ആ ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹവും നന്മയും ദൈവിക വിടുതലിനും കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന് ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഹൃദിസ്ഥമാക്കുവാൻ, ഞങ്ങളെല്ലാവോളം ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ, അവിടെ ഞങ്ങൾ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കാതെ അതിന് ചെയ്യുന്നവരായി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണം എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായിരിക്കാനിടയാക്കണം. മഹത്വമെല്ലാം തിരുമേനിക്ക് യേശുവിൻ ധന്യനാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ച് അല്പനിമിഷം ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാം. കർമ്മേൽ മിനിസ്ട്രീസ് ഇത്തരത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഉദ്യമങ്ങളെയും ഓർത്ത് ഞാൻ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും കർമ്മേൽ മിനിസ്ട്രീസിന് നേരുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ദൈവവചന ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ കർമ്മേൽ കൊടുമുടിയിൽ ഏലിയാവ് ഒറ്റയ്ക്ക് നിന്ന് ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തുന്ന ആ സംരംഭം നമുക്ക് കാണുവാൻ കഴിഞ്ഞു. എനിക്ക് വായിക്കുവാനും പഠിക്കുവാനും കഴിഞ്ഞു. ഈ ദിവസത്തിൽ നമുക്ക് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കർമ്മേൽ മിനിസ്ട്രിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടി വന്ന ഒരു ചിന്ത പ്രാരംഭത്തിൽ ഓർപ്പിച്ചിട്ട് ഈ ദൈവവചന പഠനത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. അത് മറ്റൊന്നുമല്ല, കർമ്മേൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോരാട്ടം എന്നുള്ളതാണ്. ഏലിയാവ് ഒറ്റയ്ക്ക് നിൽക്കുകയും മറുവശത്ത് ബാലിൻ്റെയും അശേരാ പ്രതിഷ്ഠകളുടെയും 850 പ്രവാചകന്മാരും നിൽക്കുന്നു. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുകയാണ് അവിടുത്തെ ചലഞ്ച്. അത് ഏലിയാവ് സേവിക്കുന്ന ദൈവമാണ് എന്ന് വെളിപ്പെടുത്തി. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, പോരാട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പക്ഷത്ത് ആര് നിൽക്കുന്നുവോ അവർക്കാണ് വിജയം ലഭിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മറുവശത്ത് എത്ര പേരുണ്ടെന്നുള്ളതല്ല വിഷയം, മറിച്ച് നാം ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവം തമ്പുരാൻ വലിയൊരു വിജയം നൽകും എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പോരാട്ടത്തിനു വേണ്ടി, ആത്മീക പോരാട്ടത്തിനു വേണ്ടി ദൈവജനത്തെ സുസജ്ജരാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ കർമ്മേൽ മിനിസ്ട്രി ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർമ്മേൽ മിനിസ്ട്രിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ ഉദ്യമങ്ങളെയും
അത് കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ആശംസിക്കുന്നു. പാസ്റ്റർ വർഗീസ് ഈപ്പൻ, പാസ്റ്റർ ശാലോം ഈപ്പൻ വർഗീസ്, മറ്റ് അണിയറ പ്രവർത്തകർ എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഒരു വിഷയത്തെ ആധാരമാക്കിക്കൊണ്ട്, ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ദൈവവചന പഠനം നടത്തുവാൻ താല്പര്യപ്പെടുന്നത്. തുടർന്നുള്ള ചില ആഴ്ചകളിലേക്ക് നമുക്ക് ആ വിഷയം നമ്മുടെ പഠനമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ള നാളുകളിലും ബൈബിൾ സ്റ്റഡിയിൽ പങ്കെടുക്കണം എന്ന് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേദപുസ്തക ദൈവശാസ്ത്രം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. വേദപുസ്തക ദൈവശാസ്ത്രം, ബിബ്ലിക്കൽ തിയോളജി. അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു വ്യക്തി, ഒരു സാധാരണക്കാരൻ എന്തിനാണ് ഇത്തരത്തിൽ ദൈവശാസ്ത്ര പഠനം നടത്തുന്നത് എന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ നാം ചിന്തിച്ചു പോകും. ഇവിടെ ചിന്തിക്കേണ്ടത്, നാം ദൈവശാസ്ത്ര പഠനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് വേദപുസ്തകത്തിന് വെളിയിലുള്ള ഒരു കാര്യമായിട്ട് ചിന്തിക്കരുത്. മറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യവചനത്തെ ആസ്പദമാക്കിയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ, അതാണ് നാം ഈ ദിവസങ്ങളിൽ പഠിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. അവിടെ ഒത്തിരി നമ്മൾ ഒരു ലിബറൽ ഐഡിയകളോ അല്ലെങ്കിൽ റാഡിക്കൽ തിങ്കിങ്ങോ ഇതൊന്നുമല്ല നാം പഠിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് ചില ചിന്തകൾ പഠിക്കുവാൻ, അത് നമ്മുടെ ആത്മീക ജീവിതത്തിന് പ്രയോജനമായി തീരുവാൻ ഇടയായിത്തീരണം. ആ നിലയിൽ ദൈവവചന പഠനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ രാത്രിയിലും തുടർന്നുള്ള ചില രാത്രികളിലുമായിരിക്കാം കർത്താവ് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. എന്താണ് ദൈവശാസ്ത്രം? എന്താണ് ദൈവശാസ്ത്രം? ദൈവശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? അല്ലെങ്കിൽ ഇങ്ങനൊരു ദൈവശാസ്ത്രം നാം പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ? വേദപുസ്തക ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആ ദൈവശാസ്ത്രത്തെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ഈ പഠനത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇവിടെ നാം മനസ്സിലാക്കുന്നത്, തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം എന്ന പദം രണ്ട് യവനായ പദങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. തിയോസ് എന്നും ലോഗോസ് എന്നുമാണ് ആ രണ്ട് പദങ്ങൾ. രണ്ട് യവനായ പദങ്ങളാണ്. ഈ രണ്ട് പദങ്ങൾ, ഒന്നാമത്തെ പദം തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം. ലോർഡ്, ഗോഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. പഴയ നിയമത്തിൽ യഹോവ എന്ന പദപ്രയോഗത്തിലും നമുക്ക് കാണാൻ കഴിയും. ലോഗോസ് എന്ന് പറഞ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം വചനം, വസ്തുത, പഠനം എന്നുള്ള രീതിയിലാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തിയോളജി എന്ന് പറഞ്ഞാൽ മറ്റ് പലരും ചിന്തിക്കുന്നത് പോലെയല്ല. തിയോളജി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. സ്റ്റഡി ഓഫ് ഗാഡ്. ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രീയ ശാഖയാണ്, ഒരു ക്രമീകൃത ചിന്തകളാണ് അത് തിയോളജി എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ദൈവശാസ്ത്രം അല്ലെങ്കിൽ ഈ ദൈവശാസ്ത്രത്തിൻ്റെ വിവിധ ശാഖകൾ, വിവിധ വശങ്ങൾ, വിവിധ ആശയങ്ങൾ, അതേക്കുറിച്ച് നാം മനസ്സിലാക്കണം. നിത്യനായ ദൈവത്തെക്കുറിച്ച്, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവത്തെക്കുറിച്ച്, ആ ദൈവം യേശുക്രിസ്തുവിൽ കൂടി എന്ത് ചെയ്തെടുക്കുന്നു, ആ ദൈവം യേശുക്രിസ്തുവിൽ കൂടി ചെയ്തിട്ടുള്ള രക്ഷണ്യ പദ്ധതി, അത് മാനവജാതിയോടുള്ള ബന്ധത്തിൽ കുറേ കൂടി അത് അടുത്തു പറഞ്ഞാൽ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഈ ക്ലാസ് എടുക്കുന്ന എനിക്കും
ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും ദൈവം യേശുക്രിസ്തുവിൽ കൂടി ചെയ്ത രക്ഷണ്യ പ്രവൃത്തി എങ്ങനെ സ്വായത്തമാക്കാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെ സ്വായത്തമാക്കി, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള ആത്മീക നേട്ടം എന്താണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നാം ഇതിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതേ സംബന്ധിച്ച് നമുക്ക് ഒരു ചെറിയ പഠനം നടത്തുവാനായിട്ട് തുടർന്നുള്ള നാളുകളിൽ താല്പര്യപ്പെടുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ചില നിർവചനങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കണം. ഞാൻ മുൻപ് ഓർപ്പിച്ചതുപോലെ ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ഈ പഠനത്തിൽ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല, ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ ത്രിയേക ദൈവം, ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്താണ്, ആ ദൈവം ആരാണ്, ആ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ക്രമീകൃതമായ ഇൻവെസ്റ്റിഗേഷനും വ്യാഖ്യാനവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും. എന്തിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം? മനുഷ്യൻ്റെ ദൈവത്തിലുള്ള വിശ്വാസ സംബന്ധിയായ വ്യാഖ്യാനം. അതേക്കുറിച്ച് ആഴമായ ക്രമീകൃതമായും ഒരു പഠനം നടത്തുന്നതാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കും, നമുക്ക് ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും നമ്മുടെ മാനുഷികമായ വാക്കുകൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുമോ? എല്ലാം വ്യാഖ്യാനിക്കാൻ, എല്ലാം മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയുകയില്ല എന്ന് തന്നെ വേണം നാം ചിന്തിക്കുവാൻ. അവിടെ നാം മനസ്സിലാക്കുമ്പോൾ ഒരു ദൈവശാസ്ത്രജ്ഞനായ റോബിൻ ബോയ്ഡ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഈ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും, പ്രത്യേകിച്ച് ഈ ലോകത്തോടുള്ള ബന്ധത്തിലും മനുഷ്യജാതിയോടുള്ള ബന്ധത്തിലും, മനുഷ്യ ജനതയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും മാനുഷികമായ പരിമിതമായ വാക്കുകൾ കൊണ്ട്, ഭാഷ കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ, ആ ദൈവത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അതിനൊക്കെ ഏറെ പരിമിതികളുണ്ട്. ദൈവശാസ്ത്ര ചിന്തയിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ദൈവം അപരിമിതനായ ദൈവമാണ്, അതായത് പരിമിതികളില്ലാത്ത ദൈവമാണ്. എന്നാൽ മനുഷ്യനാകട്ടെ പരിമിതികൾ ഉള്ള മനുഷ്യനാണ്. അപ്പോൾ പരിമിതികളില്ലാത്ത ദൈവത്തെ പരിമിതികൾ ഏറെയുള്ള മനുഷ്യൻ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുകയില്ല. എങ്കിലും ദൈവം ആരാണ്, ദൈവം എന്തു ചെയ്യുന്നു, ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു, മാനവ സമൂഹത്തിനു വേണ്ടി എന്തു ചെയ്തു എന്നൊക്കെയുള്ള പഠനങ്ങൾ നടത്തുമ്പോൾ മനുഷ്യന് കഴിയും വിധത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ആ പരിശ്രമം, ആ കാര്യാദികളെയാണ് ദൈവശാസ്ത്രം എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഞാൻ ഏറെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഒരു സമീകൃതമായ നിർവചനം കൂടി ഈ ദൈവശാസ്ത്രത്തിന് നൽകിയതിന് ശേഷം മുൻപോട്ട് പോകുവാനാണ് താല്പര്യപ്പെടുന്നത്. അതായത് ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ മതപരവും സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്
ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെക്കുറിച്ചും ആ പുത്രനിൽ കൂടെ ദൈവം മാനവ സമൂഹത്തിന് ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രമീകൃതമായും അപ്പോൾ തന്നെ നിരൂപണാത്മകമായും അതുപോലെ ക്രിയാത്മകമായും നടത്തുന്ന ഒരു പഠനമാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ഒരല്പം കട്ടിയാകുന്നു എന്നെനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ 1-2 വാചകത്തിൽ അതൊന്ന് വിശദീകരിക്കാം. മനുഷ്യൻ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലം, മനുഷ്യൻ ജീവിക്കുന്ന മതത്തിൻ്റെ പശ്ചാത്തലം, സംസ്കാരത്തിൻ്റെ പശ്ചാത്തലം, അതുപോലെ രാഷ്ട്രീയ പശ്ചാത്തലം, ഈ പശ്ചാത്തലങ്ങളിലെല്ലാം മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു. ഈ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും യേശുക്രിസ്തുവിൽ കൂടി മാനവജാതിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വിലയിരുത്തുന്നു. ആ വിലയിരുത്തൽ എങ്ങനെയാണ്? ഒന്നാമത് അതൊരു ക്രമീകൃതമായ വിലയിരുത്തലാണ്. രണ്ടാമത് നിരൂപണാത്മകമായി വിലയിരുത്തുകയാണ്. മൂന്നാമത് ക്രിയാത്മകമായി വിലയിരുത്തുകയാണ്. അപ്പം ഇങ്ങനെ ക്രമീകൃതമായും നിരൂപണാത്മകമായും ക്രിയാത്മകമായും ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പഠനശാഖയാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. ആ രീതിയിൽ വേണം നാം ദൈവശാസ്ത്രത്തെ മനസ്സിലാക്കുവാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ തികച്ചും നമുക്ക് ഇത് ആവശ്യമാണ് എന്ന് ഞാൻ പറയും. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി നമ്മോട് നിങ്ങൾ സേവിക്കുന്ന ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, അത് എന്ത് എന്ന് കൃത്യമായി പറയത്തക്ക വിധത്തിൽ നമുക്ക് കേവലം അറിവുണ്ടായിരിക്കുന്നതാണ് നല്ലത്. അതേക്കുറിച്ച് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. ആ വാക്യം ഞാനിങ്ങനെ വായിക്കാം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച്, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഒരുവൻ ചോദിക്കുമ്പോൾ നാം സൗമ്യതയോടും സാവധാനതയോടും കൂടെ അത് എന്താണ്, എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ ഒരുങ്ങിയിരിക്കണം. ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നാം അതിനെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. നമ്മുടെ ഇടയിൽ പലർക്കും, എല്ലാവരുടെയും കാര്യമല്ല, പലർക്കും വിശുദ്ധ വേദപുസ്തകത്തിലെ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും, സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള അറിവും പരിജ്ഞാനവും ഇല്ല. ഉദാഹരണം, നാം രക്ഷിക്കപ്പെട്ടു. ആ രക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു അക്രൈസ്തവനാകട്ടെ, ഒരു നാമധേയ ക്രിസ്ത്യാനിയാകട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ട വിധത്തിൽ അതിനൊരു ഉത്തരം കൊടുക്കാൻ പലർക്കും കഴിയുന്നില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലെങ്കിൽ സ്നാനപ്പെടുക, അതല്ലെങ്കിൽ അഭിഷേകം പ്രാപിക്കുക, അതല്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് പറയുക. ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാനപരമായ ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ സൗമ്യതയോടും സാവധാനതയോടും കൂടെ ഒരുവന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനുള്ള അറിവ് നേടണം. ആ അറിവ് നേടണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഉപദേശങ്ങൾ പഠിക്കണം. ആ പഠനമാണ് വാസ്തവത്തിൽ ദൈവശാസ്ത്ര പഠനം എന്ന് പറയുന്നത്, ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുന്നത്.
ദൈവത്തിൻ്റെ കൃപയാൽ കഴിഞ്ഞ ഏതാണ്ട് 19 വർഷങ്ങളായി ഈ ദൈവശാസ്ത്ര മേഖലയിൽ പഠിപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ മണക്കാല ഫെയ്ത്ത് തിയോളജി സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ട് ആയിരിക്കുന്നു കഴിഞ്ഞ 18 വർഷമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള ഒരു അറിവ് സമ്പാദിക്കണമെങ്കിൽ നമുക്ക് ദൈവശാസ്ത്ര പഠനം വളരെ അനിവാര്യമാണ്. ഇനിയും നമ്മുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ദൈവത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, ദൈവത്തെക്കുറിച്ച് എങ്ങനെ പഠിക്കാം, ദൈവം എന്താണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്, ദൈവം എന്താണ് ലോകത്തിന് ചെയ്തിട്ടുള്ളത്, ദൈവം ആരാണ്, ഇപ്പോൾ who God is and what God does. ദൈവം ആരാണെന്ന് മനസ്സിലാക്കണം, ദൈവം എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഒരു വിശദമായ പഠനമാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ദൈവശാസ്ത്രത്തിൻ്റെ ആവശ്യകത എന്താണ്? ഞാൻ 1-2 കാര്യങ്ങൾ ഓടിച്ച് പറയാൻ താല്പര്യപ്പെടുകയാണ്. ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ സന്ദേശത്തിനും ആവശ്യമായത് എന്തൊക്കെയാണെന്നും ആവശ്യം ഇല്ലാത്തത് എന്തൊക്കെയാണ് എന്നും തിരിച്ചറിയുവാൻ അല്ലെങ്കിൽ തരംതിരിച്ചു മനസ്സിലാക്കുവാൻ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളെ ആ പ്രാധാന്യതയോടുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ഈ ദൈവശാസ്ത്ര പഠനം നമുക്ക് സഹായകരമാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസ സംഹിത, വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകം കാനോനികമായി സഭ അംഗീകരിച്ച ശ്വാസീയമായ ദൈവത്തിൻ്റെ വചനം, ആ വചനത്തിലുള്ളത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ആ വചനത്തിന് വെളിയിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് ആധാരമായത് എന്തൊക്കെയാണ്? ഉദാഹരണം, നമ്മുടെ ഒരു ബന്ധു എന്ന് തന്നെ ഇരിക്കട്ടെ, മരിച്ചു, ശവസംസ്കാര ശുശ്രൂഷ നടത്തി. ചില നാമധേയ സംഘങ്ങളും ജാതീയ സമൂഹങ്ങളും മരണാനന്തര ശേഷക്രിയകൾ നടത്തി ബസ്പൂർഖാനയിലുള്ള ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് ഇവിടെ നിന്നുള്ള പ്രാർത്ഥന കൊണ്ടും കുദാശകൾ കൊണ്ടും പുണ്യപ്രവൃത്തികൾ കൊണ്ടും ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനുള്ള ഒരു പ്രക്രിയ, അതാണ് മരണാനന്തര ശേഷക്രിയകൾ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത് വാസ്തവത്തിൽ ക്രിസ്തീയ വിശ്വാസ പ്രമാണം ആണോ? വേദപുസ്തകത്തിൽ അതിന് എന്തെങ്കിലും തെളിവ് ഉണ്ടോ? ഇത് അറിയണമെങ്കിൽ നാം വചനം പഠിക്കണം, വചനം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനും ക്രിസ്തീയ സന്ദേശത്തിനും ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണ് എന്ന് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാര്യം എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ദൈവശാസ്ത്രം പഠിക്കുന്നത്? ഇന്നത്തെ ലോകത്തിൽ അനേകം ദുരുപദേശങ്ങൾ കാണാം, അനേകം ദുരുപദേശങ്ങൾ. ഈ ദുരുപദേശങ്ങൾ മനുഷ്യനെ പല വിധത്തിൽ പല നിലകളിൽ തെറ്റിച്ച് കളയുക. അപ്പോൾ ഈ ദുരുപദേശങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ മനുഷ്യന് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് പിൻപറ്റേണ്ടത്, ഏതാണ് പിൻപറ്റാത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഒരു സഭാചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ ദൈവസഭയുടെ ചരിത്രത്തിൽ സഭയെ പിടിച്ചു കുലുക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിപത്താണ് ദുരുപദേശങ്ങൾ. 2-ാം നൂറ്റാണ്ട് മുതലാണ്
സഭാ കാലഘട്ടത്തിൻ്റെ 2-ാം നൂറ്റാണ്ട്. 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന അപ്പോസ്തോലിക കാലഘട്ടമാണ്. 2-ാം നൂറ്റാണ്ട് മുതലാണ് ഇത്തരത്തിലുള്ള ദുരുപദേശങ്ങളുടെ കൂമ്പാരങ്ങൾ, അനേകം ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്നത്. അതിനോട് ചേർത്ത് വെച്ച് ഞാനൊരു കാര്യം കൂടി പറയാം. സഭാചരിത്രത്തിൻ്റെ ഏടുകൾ പരിശോധിക്കുമ്പോൾ 2-ാം നൂറ്റാണ്ട് മുതൽ 1-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധം മുതൽ സഭയ്ക്ക് വളരെ ക്രൂരമായ പീഡകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ പീഡകൾ അനേകം റോമൻ ചക്രവർത്തിമാർ നടത്തിയത്, നീറോ, വെസ്പേഷ്യൻ എന്ന് വേണ്ട ഇങ്ങനെയുള്ള ഒത്തിരി, ഡൊമീഷ്യൻ, ഇങ്ങനെയൊക്കെ നടത്തിയ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഓർക്കുക, സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള പീഡകളുടെ നടുവിൽ ദൈവസഭ ഒരിക്കലും തകർന്നു പോയില്ല. പ്രൈസല്ലോ. ഈ പീഡകൾക്കൊന്നും ദൈവസഭയെ നശിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വചനം പറയുന്നത്, കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നാണ്. അപ്പോൾ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ലെന്ന് അരുളി ചെയ്തത് സഭാ പണി തുടങ്ങിയ നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. ആ യേശു കർത്താവ് തന്നെ പറയുന്നു, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വാളെടുത്ത് നശിപ്പിക്കുവാൻ ശ്രമിച്ചവരും വിവിധ തരത്തിലുള്ള പീഡനങ്ങൾ സഭയ്ക്കെതിരെ നടത്തിയവരുമൊക്കെ ഓർക്കുക, അവരുടെയൊക്കെ പീഡകൾ കൊണ്ട് സഭയെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ 2-ാം നൂറ്റാണ്ട് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള കുറച്ച് വർഷങ്ങൾ, മധ്യകാലഘട്ടത്തിലൊക്കെ നാം പഠിച്ചു എന്നാൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കടന്നു വന്നത് സഭയെ വല്ലാതെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. അത് സഭാചരിത്രത്തിൽ സഭാപിതാക്കന്മാരുടെ കാലഘട്ടം 2-ാം നൂറ്റാണ്ട് മുതലാണ്. പിന്നീട് നാം മനസ്സിലാക്കുമ്പോൾ മധ്യകാലഘട്ടം 5-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെയാണ്. ഈ കാലഘട്ടത്തിലൊക്കെ സഭയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറി വന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമല്ലാത്ത ചില ഉപദേശങ്ങൾ, അതിനെ ദുരുപദേശങ്ങൾ എന്ന് പറയും. ഈ ദുരുപദേശങ്ങൾ സഭയെ വല്ലാതെ പിടിച്ച് കുലുക്കിക്കളഞ്ഞിട്ടുണ്ട്. ഓർക്കുക, പീഡകൾ സഭയെ നശിപ്പിച്ചില്ല, മറിച്ച് പീഡയുടെ കാലഘട്ടത്തിൽ ദൈവസഭ വളർന്നിട്ടേയുള്ളൂ. പീഡയുടെ കാലഘട്ടത്തിൽ ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടതേയുള്ളൂ. പീഡയുടെ കാലഘട്ടത്തിൽ ദൈവസഭ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെട്ടതേയുള്ളൂ. പീഡയുടെ കാലഘട്ടത്തിൽ ദൈവസഭ അത് ദൈവത്തിനു വേണ്ടി ധീരതയോടെ നിന്ന ചരിത്രം മാത്രമേ നാം കാണുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിപ്പാൻ ഇടയായിത്തീർന്നു. അത്തരത്തിലുള്ള ദുരുപദേശങ്ങൾ വരുമ്പോൾ അതിനെ വാസ്തവത്തിൽ നേരിടണമെങ്കിൽ, അല്ലെങ്കിൽ ആ ദുരുപദേശങ്ങളെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസ സത്യത്തിനു വേണ്ടി നിൽക്കണമെങ്കിൽ, യൂദാലേഖനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളോ നിങ്ങളുടെ വിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനം. അപ്പോൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിക്കൊണ്ട് നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തി മുൻപോട്ട് പോകാൻ കഴിയുന്നത് സത്യം അറിയുമ്പോൾ മാത്രമാണ്. അതല്ല എങ്കിൽ അബദ്ധോപദേശങ്ങളിലേക്ക് തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയിട്ടുള്ള ഒത്തിരി പേരെ എനിക്കറിയാം. ഒരു കാലഘട്ടത്തിൽ വീരശൂരപരാക്രമിയെപ്പോലെ കർത്താവിനു വേണ്ടി ശോഭിച്ചിരുന്ന അനേക വ്യക്തികൾ, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പല ആളുകൾ, പിന്നത്തേതിൽ ദുരുപദേശങ്ങളുടെ പിടിയിലമർന്ന് സത്യവിശ്വാസത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ഈ ലോകത്തിൽ മുൻപോട്ട് പോയി. അതിൻ്റെ ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. ഈ വചന പഠനത്തിൻ്റെ ഒരു ലക്ഷ്യം അതാണ്. ദുരുപദേശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട്
സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീക ജീവിതം കെട്ടിപ്പടുക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, അത് സാധ്യമായി തീരണം എന്നുള്ളതാണ് ഈ വചന പഠനത്തിലൂടെ ആഗ്രഹിക്കുന്നത്. അത് സാധ്യമാകട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി നാം മനസ്സിലാക്കുമ്പോൾ ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്, വചന പഠനത്തിൻ്റെ ആവശ്യകത എന്താണ്? നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നാം പിൻപറ്റുക മാത്രം പോരാ, നാം മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതുകൊണ്ടാണല്ലോ ദൈവസഭകളിൽ പോലും ഈ കുഞ്ഞുങ്ങളെപ്പോലും പഠിപ്പിക്കാൻ സൺഡേ സ്കൂൾ പോലുള്ളതായ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകൾ തുറന്നു വച്ചിരിക്കുന്നത്. അതേറെ പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. അതിൽ കൂടെ നാം ആളുകളെ ശിഷ്യത്വത്തിലേക്ക് നയിക്കണം. ഓക്കെ, ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം കഴിയുകയല്ല, പിന്നെ ശിഷ്യനാക്കി തീർക്കുന്ന പ്രക്രിയ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നടക്കുന്ന പ്രക്രിയയല്ല ശിഷ്യത്വം എന്ന് പറയുന്നത്. ശിഷ്യനാക്കി തീർക്കുക. അപ്പോൾ ആ പ്രക്രിയ നടക്കണമെങ്കിൽ, ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ ദൈവവചന പഠനം വളരെ അനിവാര്യമാണ്. ദൈവശാസ്ത്ര പഠനം വളരെ അനിവാര്യമാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ 41 വർഷം മുൻപാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ചെറുപ്പകാലത്ത് ഒരു പുരോഹിതനായി തീരാനുള്ള ആഗ്രഹപ്രകാരം 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അൾത്താര സംഘത്തിൽ അച്ഛനെ സഹായിക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. 10ാം ക്ലാസ് കഴിയുമ്പോൾ ആലുവ പെരിയാറിൻ്റെ തീരത്തുള്ള സെൻറ്റ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ച് മുൻപോട്ട് പോയ വ്യക്തിയാണ്. എന്നാൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം മറ്റൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 1980 മാർച്ച് മാസം 2-ാം തീയതി പകൽ 11 മണിയോടടുത്ത സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ആഴമായ പ്രവർത്തനം എൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോൾ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചതാണ്. അത് അന്ന് നടന്നത് രക്ഷാനിർണയത്തിൻ്റെ ഒരു പടി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നത്തേതിൽ ശിഷ്യത്വത്തിലേക്ക് എന്നെ നയിച്ചത് അന്ന് ആ സഭയിലെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ PJ വർഗീസ് അവർകളാണ്. ഇന്ന് അമേരിക്കയിൽ മക്കളോടൊപ്പം വിശ്രമ ജീവിതത്തിലാണ്, പ്രായാധിക്യത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ശിഷ്യത്വം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അന്ന് ആ ദൈവദാസൻ ശിഷ്യത്വവൽക്കരണത്തിന്റെ ഭാഗമായി എന്നെ കുറേ അധികം ദൈവോധന ഭാഗങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് ഞാൻ എൻ്റെ വേദപുസ്തകത്തിൽ അടയാളപ്പെടുത്തി ആ വാക്യങ്ങളൊക്കെ മനഃപ്പാഠമായി പഠിക്കുവാനിടയായിട്ടുണ്ട്. അന്ന് 41 വർഷം മുമ്പ് എനിക്ക് ഒരാൾ സംഭാവന ചെയ്ത ഒരു പഴയ വേദപുസ്തകം ബൈൻഡ് ചെയ്തത് ഞാൻ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ആ വേദപുസ്തകം ഞാൻ ഏറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞത്, ശിഷ്യത്വവൽക്കരണം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. മറിച്ച് ശിഷ്യത്വവൽക്കരണം പടിപടിയായി ദൈനംദിന ജീവിതത്തിലെ വചന പഠനത്തിലൂടെ അല്ലെങ്കിൽ വചനം പഠിപ്പിച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ദൈവവചനം പറയുന്നത്. ഞാൻ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. 4ാമതായി ദൈവവചന പഠനത്തിൻ്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായി നാം ദൈവവചനം പഠിക്കേണ്ടത് അനിവാര്യമാണ്, ആവശ്യമുണ്ട്. കാരണം വിശുദ്ധ വേദപുസ്തകത്തിലെ സന്ദേശം നമുക്കറിയാം. വേദപുസ്തകം 40 എഴുത്തുകാർ രാജ്യങ്ങളിലിരുന്ന് ഏകദാണ്ട് 1600 വർഷ കാലഘട്ടത്തിലെ ഗ്യാപ്പിൽ എഴുതിയതാണ് ഈ പുസ്തകം. 66 പുസ്തകങ്ങൾ. ഈ വേദപുസ്തക സന്ദേശം ഈ 1600 വർഷത്തെ ആ ഗ്യാപ്പുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഓർക്കണം,
ആ വേദപുസ്തകം വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കോർത്തിണക്കപ്പെട്ട ഒരു ചരട് എന്ന പോലെ യേശുക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യജാതിക്ക് ഒരുക്കി വച്ച രക്ഷണ്യ പദ്ധതിയുടെ ആ ചുവപ്പ് നാട നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഒരു നഗ്ന സത്യമാണ്. 1600 വർഷവും 40 എഴുത്തുകാരും വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷാപ്രയോഗം, സംസ്കാരം, അവരുപയോഗിച്ച എഴുത്തിനുള്ള ശൈലി, ഇങ്ങനെ എല്ലാത്തിനും വ്യത്യസ്തതകളുണ്ട്. ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. പക്ഷേ എങ്കിലും അവരെല്ലാം എഴുതി വച്ചിരിക്കുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ ആ സന്ദേശം ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് അന്നത്തെ പശ്ചാത്തലവും ഇന്നത്തെ പശ്ചാത്തലവും തമ്മിൽ വ്യത്യസ്തതയുള്ളത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നാം മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ച് നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. ആ വസ്തുത മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവവചന പഠനം, വേദപുസ്തക ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നാം വെച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വേദപുസ്തക ദൈവശാസ്ത്ര പഠനത്തിൻ്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നാം ഈ വിഷയം തന്നെ എടുത്ത് കുറച്ചുകൂടി ആധികാരികമായി ഇതേക്കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകം ലോകത്തോട് എന്തു പറയുന്നു, ദൈവജനത്തോട് എന്തു പറയുന്നു, നമുക്ക് എത്രത്തോളം കൂടുതൽ ശിഷ്യത്വവൽക്കരണത്തിലേക്ക് മുന്നേറുവാൻ കഴിയും, ഇതൊക്കെ നാം ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്നുകൂടി ഞാൻ ഓർപ്പിച്ചുണർത്തുകയാണ്. ഇനി ദൈവിക വെളിപ്പാടിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവിക വെളിപ്പാട്. വെളിപ്പാട് എന്നതിന് അപ്പോക്കാലിപ്സിസ് എന്ന യവനായ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന് റെവലേഷൻ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇതാണ്: ഒരു കാര്യം ഇങ്ങനെ മറയപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുക. വെയിലിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരു ഇങ്ങനെ മൂടി വച്ചിരിക്കുന്നു. ആ മൂടി വച്ചിരിക്കുന്ന വസ്തുത, അതിനകത്ത് എന്താണ് എന്നറിയണമെങ്കിൽ ആ മൂടി എടുത്ത് മാറ്റണം. ആ മറച്ചു വച്ചിരിക്കുന്ന എന്താണോ അതെടുത്ത് മാറ്റണം. അങ്ങനെ മൂടി മാറ്റുന്ന, ആ മറയപ്പെട്ടിരിക്കുന്നത് മാറ്റുന്ന പ്രക്രിയയാണ് അപ്പോക്കാലിപ്സിസ് എന്ന യവനായ പദം കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചില വസ്തുതകൾ ഗൂഢമായിരിക്കുക. ആ വസ്തുതകൾ ഗ്രഹിക്കണമെങ്കിൽ, ആ വസ്തുതകൾ ഗ്രഹിക്കപ്പെടാതെ മൂടപ്പെട്ടിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് നാം ആ മൂടിയിരിക്കുന്ന മൂടൽ എടുത്തു മാറ്റിയിട്ട്, ആ മറയപ്പെട്ടിരിക്കുന്ന മറ എടുത്തു നീക്കിയിട്ട് ചില വസ്തുതകൾ നാം മനസ്സിലാക്കണം. അങ്ങനെ മറ നീക്കി കാണിക്കുന്നതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. വെളിപ്പാട് എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം മനുഷ്യജാതിയോടുള്ള ബന്ധത്തിൽ ചില വെളിപ്പാടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില വെളിപ്പാടുകൾ. ആ വെളിപ്പാടിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് 2 തരത്തിലുള്ള വെളിപ്പാടായിട്ടാണ്. 2 തരത്തിലുള്ള വെളിപ്പാട്. ഒന്നാമത്തെ വെളിപ്പാട് പൊതുവായ വെളിപ്പാട് എന്ന് പറയും. ഇംഗ്ലീഷിൽ ജനറൽ റെവലേഷൻ എന്ന് പറയും. പൊതുവായ വെളിപ്പാട്. എന്താ പൊതുവായ വെളിപ്പാട് എന്ന് പറയുന്നത്? റോമാലേഖനം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ ഈ പൊതുവായ വെളിപ്പാടിന് ഒരു വാക്യം കാണാം: ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക്
പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അത് റോമാലേഖനം 1:19-20 വാക്യങ്ങളാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിപ്പെടുത്തി. പ്രകൃതിയിൽ തന്നെ ദൈവം തമ്പുരാൻ മാനവ സമൂഹത്തിന് മനസ്സിലാകത്തക്ക വിധത്തിൽ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സകല മനുഷ്യർക്കും വേണ്ടി വെളിപ്പെടുത്തപ്പെട്ട ആ വസ്തുതകളെ, ആ തരത്തിലുള്ള വെളിപ്പാടിനെയാണ് പൊതുവായ വെളിപ്പാട് അല്ലെങ്കിൽ ജനറൽ റെവലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. പൊതുവായ വെളിപ്പാട് എന്നതുകൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്. ഈ പൊതുവായ വെളിപ്പാട് നാം 3 നിലവാരത്തിലാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ 3 കാര്യങ്ങളിലൂടെ നമുക്ക് പൊതുവായ വെളിപ്പാട് കിട്ടും എന്ന് നമുക്ക് മനസ്സിലാകും. ഒന്ന്, പ്രപഞ്ചത്തിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. 19-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഒരു സൃഷ്ടാവ് ഈ സൃഷ്ടിയുടെ പുറകിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യം ലോകത്തിലെ സകല മനുഷ്യർക്കും അറിയാവുന്ന വസ്തുതയാണ്. അത് പ്രകൃതിയിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതല്ല അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചത് ദൈവമല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ടല്ലോ. ഉണ്ട്, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടത്, അവർക്ക് ഈ പൊതുവായി ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വെളിപ്പാട് മനസ്സിലാക്കിയിട്ടും അവർ സൃഷ്ടാവിനെ സൃഷ്ടാവെന്നോർത്ത് ഭജിക്കുന്നില്ല എന്ന് റോമാലേഖനത്തിൽ പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വ്യക്തമാണ്. പക്ഷേ ആ സൃഷ്ടാവ് ആരാണ് എന്ന് മനസ്സിലാക്കാനോ ആ സൃഷ്ടാവിനെ സൃഷ്ടാവെന്ന രീതിയിൽ ഭജിക്കുവാനോ അല്ലെങ്കിൽ ആരാധിക്കുവാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പ്രപഞ്ചത്തിൽ കൂടെ ദൈവത്തിൻ്റെ വെളിപ്പാട് 8-ാം സങ്കീർത്തനത്തിൽ അതേ സംബന്ധിച്ച് കുറേ കൂടി വിശദമായ ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഓർക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് കുറേ വിശദാംശങ്ങൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 8-ാം സങ്കീർത്തനത്തിൽ ആ വാക്യങ്ങൾ നാം കാണുന്നു. രണ്ടാമതായി പൊതുവായ വെളിപ്പാട് നാം കാണുന്നത് ചരിത്രത്തിൽ കൂടെ കാണുന്ന പൊതുവായ വെളിപ്പാടാണ്. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിൽ 4 പ്രധാന സാമ്രാജ്യങ്ങൾ എഴുന്നേറ്റിട്ടുണ്ട്. 1 ബാബിലോൺ, 2 മേദോ പെർഷ്യ, 3 ഗ്രീസ്, 4 റോം. യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദ ജനത്തെ അടക്കം ഭരിച്ചിരുന്നത്, രാഷ്ട്രീയ ഭരണം നടത്തിയിരുന്നത് റോമാക്കാരാണ്. ഇതിൽ ബാബിലോണിയ സാമ്രാജ്യത്തിൻ്റെ സാമ്രാട്ടായിരുന്ന നെബൂഖദ്നേസർ രാജാവിനെ യഹോവയായി ദൈവം സകലത്തെയും ഭരിക്കുന്നു, സകലത്തിന്മേലും അധികാരമുള്ളവനാണ് എന്ന് തെളിയിച്ചു കൊടുത്ത ഒരു സംഭവം ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിലെ സകല രാജാക്കന്മാരും ഭയപ്പെട്ടിരുന്ന ഒരു സാമ്രാട്ടായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. നമുക്കറിയാം, BC 606 അതേ ബാബിലോണിനെ ഒരു വലിയ സാമ്രാജ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന ഈ മനുഷ്യൻ BC 606 തന്നെ യെരുശലേമിൽ വന്ന് അതിനെ നിരോധിച്ച് അതിലുള്ള ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി, ശ്രേഷ്ഠന്മാരായ ആളുകളെ ബദ്ധന്മാരാക്കി കൊണ്ടുപോയി. മാത്രമല്ല, യഹോവയുടെ ആലയത്തിലെ ശുദ്ധ പാത്രങ്ങൾ എടുത്തുകൊണ്ടുപോയ ചരിത്രമൊക്കെ നമുക്കറിയാം. പക്ഷേ ഓർക്കുക, അതൊക്കെ ചെയ്തത് ഒരു അഹങ്കാരത്തിൻ്റെ പുറകിലാണ് ചെയ്തതെങ്കിലും ഓർക്കുക, ദൈവം തമ്പുരാൻ അതിൻ്റെ മുകളിൽ ഒരു അധികാരിയായി ഉണ്ട്, അല്ലെങ്കിൽ അവനും മുകളിൽ
ഒരധികാരിയായി ദൈവം ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 4-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമ്മൾ എത്ര ഉന്നതരായാലും ഓർക്കേണ്ട ഒരു സത്യമുണ്ട്. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവിക വെളിപ്പാടുണ്ട്. ആ വെളിപ്പാട് നാം മനസ്സിലാക്കണം. എത്ര ഉന്നതരായിരുന്നാലും ചരിത്രത്തിൽ ദൈവം വെളിപ്പെടുത്തിയത് അവൻ്റെ മുകളിൽ ദൈവം നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം വാസ്തവത്തിൽ നമ്മൾ പിന്നത്തേതിൽ വചനത്തിൽ നിന്ന് പഠിക്കുമ്പോൾ മനസ്സിലാകും. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താമസിച്ചുപോയ നെബൂഖദ്നേസർ രാജാവിൻ്റെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത്, നെബൂഖദ്നേസർ രാജാവിനെ ദൈവം തമ്പുരാൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് കാട്ടിലെ മൃഗങ്ങളോടുകൂടെ പാർപ്പിക്കുകയും കാളയെപ്പോലെ പുല്ലു തീറ്റുകയും ചെയ്തു. പിന്നീട് നാം വായിക്കുന്നത്, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുന്നു, അവൻ തനിക്ക് ബോധിച്ചവന് അത് കൊടുക്കുന്നു എന്ന് അറിയിക്കുന്നതിന് 7 കാലം, അത് 7 വർഷം ദൈവം തമ്പുരാൻ ആ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിച്ചു എന്നാണ്. പ്രപഞ്ചത്തിൽ, ചരിത്രത്തിൽ ദൈവം എന്ന യാഥാർത്ഥ്യമുണ്ട് എന്ന വെളിപ്പാട്, പ്രൈസ് ദി ലോർഡ്, വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമതായി, മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ ദൈവം ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നും നേരത്തെ ഓർപ്പിച്ച റോമാലേഖനം 2-ാം അധ്യായത്തിലെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കഴിയുന്നു. അപ്പോൾ പൊതുവായ വെളിപ്പാട് 3 ദളങ്ങളിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. 1, പ്രപഞ്ചത്തിൽ കൂടെ വെളിപ്പെടുന്നു. 2, ചരിത്രത്തിൽ കൂടെ വെളിപ്പെടുന്നു. 3, മനുഷ്യൻ്റെ മനസ്സാക്ഷിയിൽ കൂടെ അത് വെളിപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 2ാമത്തെ തരത്തിലുള്ള വെളിപ്പാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വെളിപ്പാടാണ്. അതിനെ സ്പെഷ്യൽ റെവലേഷൻ എന്നാണ് പറയുന്നത്. ദൈവം ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന് 2-3 തെളിവുകൾ കൂടി ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ദൈവത്തിൻ്റെ പ്രത്യേക വെളിപ്പാട് വിവിധ മേഖലകളിൽ, വിവിധ നിലകളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1, അത്ഭുതങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലുമുണ്ട്. അനേക അത്ഭുതങ്ങൾ. ദൈവത്തിൻ്റെ സർവശക്തി അല്ലെങ്കിൽ ഓൾമൈറ്റി പവർ ദൈവം പഴയ നിയമത്തിൽ പല സന്ദർഭങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഉദാഹരണമാണ് മിസ്രയീമ്യരുടെ മേൽ ദൈവം വരുത്തിയ ന്യായവിധി, 10 ബാധകൾ, ചെങ്കടൽ വിഭാഗിക്കുന്നത്, യോർദാനെ വറ്റിച്ചു കളയുന്നത്. ഇങ്ങനെ സൃഷ്ടാവ് ആരാണ് എന്ന്, സർവശക്തനായി ദൈവം ആരാണ് എന്ന് പ്രത്യേകിച്ച് ഇസ്രായേൽ ജനതയ്ക്ക്, ലോകത്തിന് മൊത്തത്തിലുമുണ്ട്, പ്രത്യേകിച്ചും ഇസ്രായേൽ ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത ചില അത്ഭുതങ്ങളായിരുന്നു. നാം കാണുന്നു, അതുപോലെ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതും മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നതും ഒക്കെ അതിൻ്റെ തെളിവുകളാണ്. അത് അത്ഭുത പ്രവൃത്തികളിലൂടെ ലഭിക്കുന്ന വെളിപ്പാടുകളാണ്. 2ാമത്തെ ഈ പ്രത്യേക വെളിപ്പാട് നമുക്ക് കാണുന്നത് പ്രവാചകന്മാരിലൂടെ വെളിപ്പെടുത്തപ്പെട്ട വെളിപ്പാടുകളാണ്. പഴയ നിയമ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിലാണ് പ്രധാനമായും നാം ഇവിടെ മനസ്സിലാക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരിലൂടെ അക്ഷരാർത്ഥത്തിൽ യഹോവയായ ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തിനും ലോക ജനതയ്ക്കും ദൈവം ആർക്കൊക്കെ ദൂത് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, സന്ദേശം കൈമാറുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, അവരുടെ അടുക്കലെല്ലാം പ്രവാചകന്മാരെ അയച്ചിട്ട് ആ പ്രവാചകന്മാരിലൂടെ മറഞ്ഞിരിക്കുന്ന ചില വസ്തുതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച്
പഴയ നിയമ കാലഘട്ടത്തിൽ പാപത്തിൽ വീണുപോയ ഏതൊരുവനെയും അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തി കൊടുക്കുന്ന വിധത്തിൽ പ്രവാചകന്മാർ ദൈവിക അരുളപ്പാട്, ദൈവിക വെളിപ്പാട് അറിയിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് നമുക്ക് വ്യക്തമാണ്. മൂന്നാമതായി ഈ പ്രത്യേക വെളിപ്പാട് നാം പ്രാപിക്കുന്നത് ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലൂടെ മനുഷ്യജാതിക്ക് വെളിപ്പെടുത്തിയ വെളിപ്പാടാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ വെളിപ്പാടിനേക്കാൾ അതിശ്രേഷ്ഠമായ വെളിപ്പാടാണ് പുതിയ നിയമത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ വിശുദ്ധ വേദപുസ്തകം എന്ന വെളിപ്പാട് ഒരു പ്രത്യേക വെളിപ്പാട്, യേശുക്രിസ്തുവിൽ കൂടെ മാനവജാതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷണ്യ പദ്ധതിയുടെ വെളിപ്പാട്. ആ വെളിപ്പാട് എല്ലാവർക്കും ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വചനം പഠിക്കണം എന്ന് ഞങ്ങൾ ദൈവദാസന്മാർ വിശ്വാസികളെ വളരെ ആഴമായി പ്രബോധിപ്പിക്കാറുള്ളത്. അതിൻ്റെ അർത്ഥം ദൈവദാസന്മാർ പഠിക്കേണ്ട എന്നല്ല. ഇന്നും ഞാൻ ദൈവവചനത്തിൻ്റെ ഒരു പഠിതാവാണ്. എന്നും അങ്ങനെ തന്നെയാണ്. വിശ്വാസ ജീവിതത്തിൽ അത് ജീവിത അവസാനം വരെ ഒരു വിശ്വാസി പഠിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയെങ്കിൽ വിശുദ്ധ വചനത്തിലൂടെ ലഭിക്കുന്ന മാനവജാതിക്കുള്ള ദൈവത്തിൻ്റെ വെളിപ്പാട് അതിശ്രേഷ്ഠമാണ് എന്ന് നമുക്ക്, അത് സ്പെഷ്യൽ റെവലേഷനാണ്. ഏറ്റവും ഒടുവിലായി നാം കാണുമ്പോൾ സ്പെഷ്യൽ റെവലേഷൻ അല്ലെങ്കിൽ പ്രത്യേക വെളിപ്പാട് യേശുക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. യേശുക്രിസ്തുവിൽ കൂടെ ലഭിക്കപ്പെട്ട പ്രത്യേക വെളിപ്പാടിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം, യേശു കർത്താവ് വചനം ജഡമായി തീർന്നതാണ്. ആദിയിൽ ദൈവത്തോടു കൂടി ആയിരുന്നവൻ, ആദിയിൽ ദൈവമായിരുന്നവൻ ജഡമായി തീർന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹായും പറയുന്നത്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആ ഭാഗം ഇങ്ങനെ വിശദീകരിക്കുന്നു. അപ്പോൾ സ്വർഗോന്നതങ്ങളിലിരുന്ന പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ലോകത്തിലെ ശുശ്രൂഷ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞത്, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്തെ പുത്രൻ തമ്പുരാൻ മനുഷ്യ സമൂഹത്തിന്, മനുഷ്യജാതിക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ യേശുക്രിസ്തുവിൽ കൂടെയുള്ള വെളിപ്പാടാണ് ഏറ്റവും വലിയ വെളിപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ, അതുപോലെ തന്നെ വേദപുസ്തകത്തിലൂടെ, യേശുക്രിസ്തുവിൽ കൂടെ, ഈ നിലകളിലാണ് നമുക്ക് ഈ ദൈവിക വെളിപ്പാട് മനസ്സിലാക്കാനായി കഴിയുന്നത് എന്ന് നമുക്കറിയാം. ഇനിയും ഈ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പാട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പ്രാപിച്ചാൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെയും വിശുദ്ധ വേദപുസ്തകത്തിലൂടെയും നൽകപ്പെട്ടിട്ടുള്ള ശ്രേഷ്ഠമായ വെളിപ്പാട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായാൽ അതൊരു പ്രത്യേക വെളിപ്പാടാണ്. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിൽ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തിയ ഒരു വാക്യം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യമാണ്. റോമാലേഖനത്തോടുള്ള ബന്ധത്തിൽ സഭാചരിത്രത്തിലെ അനേകം ഭക്തന്മാരെ, അനേകം
ദൈവദാസന്മാരെ മാനസാന്തരത്തിലേക്കും അനേക ദൈവദാസന്മാരെ സത്യത്തിലേക്കും തിരിച്ചുവിട്ട പുസ്തകമാണ് റോമാലേഖനം. എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ച ദൈവവചനം റോമാലേഖനം 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ എന്ന്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ലഭ്യമാകുന്ന നിത്യജീവൻ, അതാണ്, ആ അനുഭവമാണ് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ദൈവജനത്തിന് കിട്ടുന്ന അനുഭവം എന്നുകൂടെ നാം ആ വാക്യത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഭാഗം കൂടി ചിന്തിക്കാം. അതിനുശേഷം ഇന്നത്തെ വചന ശുശ്രൂഷ അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താണ് ഈ തിയോളജിയുടെ നേച്ചർ, സ്വഭാവം എന്താണ്? ഒന്ന്, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ഇത് ക്രിസ്തുവിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ ദൈവശാസ്ത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തു വിജ്ഞാനിയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, ക്രിസ്തു ശാസ്ത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്കിലും പ്രാരംഭത്തിൽ നാം അത് മനസ്സിലാക്കണം. കാരണം മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമ്മെ ദൈവത്തോടടുപ്പിക്കുന്നത്, ദൈവത്തോട് നമുക്ക് നിരപ്പ് വരുത്തിയത്, നമ്മെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ഓഹരിക്കാരാക്കി തീർത്തത് യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ കൂടെ വിളംബരം ചെയ്യപ്പെട്ട രക്ഷണ്യ പദ്ധതിയുടെ ആ സദ്വർത്തമാനം ക്രിസ്തു മുഖാന്തരം നാം അറിഞ്ഞതുകൊണ്ടാണ് നാം ഈ ദൈവശാസ്ത്രം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ക്രിസ്തു കേന്ദ്രീകൃതമാണ് ദൈവശാസ്ത്രം. 2, ദൈവശാസ്ത്രം വചന കേന്ദ്രീകൃതമാണ്. അതായത് വചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ദൈവശാസ്ത്രം. ഒന്നുകൂടി പറഞ്ഞാൽ, പഴയ നിയമത്തിലെ 39 പുസ്തകവും പുതിയ നിയമത്തിലെ 27 പുസ്തകവും, അങ്ങനെ മൊത്തത്തിൽ 66 കാനോനികമായി അംഗീകരിക്കപ്പെട്ട ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം നാം പഠിക്കുന്ന ദൈവശാസ്ത്രം, അല്ലെങ്കിൽ നാം പഠിക്കുന്ന ദൈവവചനം. ആ ദൈവവചനത്തിലാണ് ഈ ബിബ്ലിക്കൽ തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം അടക്കം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവശാസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന, വേദപുസ്തകത്തിന് വെളിയിലല്ല ദൈവശാസ്ത്രം, വേദപുസ്തകത്തിന് അകത്താണ്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമാണ്. മൂന്നാമതായി ഈ ദൈവശാസ്ത്രത്തിൻ്റെ പ്രത്യേകത, ഇത് ഒരു ക്രമീകൃതമായ പഠനമാണ്. ക്രമീകൃതമായ പഠനം, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകം 1:1 ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അവിടെ തുടങ്ങുന്നത് തന്നെ ദൈവം എന്ന പദത്തോടു കൂടിയാണ്. വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ ദൈവം എന്ന പദപ്രയോഗം, അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്, ദൈവം ആരാണ്, ദൈവം എന്തു ചെയ്യുന്നു, ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ